നമസ്കാരം. പ്രധാന വാർത്തകൾ. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് അധികം നൽകിയ തുക തിരികെ നൽകും. കെട്ടിട പെർമിറ്റ് ഇളവുകൾക്ക് 2023 ഏപ്രിൽ 10 മുതൽ പ്രാബല്യമുണ്ടായിരിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. 2023 ഏപ്രിൽ മുതൽ ഉയർന്ന പെർമിറ്റ് ഫീസ് അടച്ചവർക്ക് തുക തിരികെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. നേരത്തെ ഉയർന്ന തുക പെർമിറ്റ് ഫീസായി നൽകിയവർക്ക് ഇളവ് കഴിഞ്ഞ് ബാക്കി ഓൺലൈനായിട്ടായിരിക്കും തിരികെ നൽകുക. പണം വാങ്ങാൻ ആരും നേരിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ പോകേണ്ടതില്ലെന്നും ഓൺലൈൻ വഴി അപേക്ഷ നൽകിയാൽ പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുമെന്നും മന്ത്രി അറിയിച്ചു. INS ബ്രഹ്മപുത്രയിലെ തീപിടുത്തം. കാണാതായ നാവികന്റെ മൃതദേഹം കണ്ടെത്തി. INS ബ്രഹ്മപുത്രയിലെ തീപിടുത്തത്തിനിടെ അപകടത്തിൽപ്പെട്ട് കാണാതായ നാവികന്റെ മൃതദേഹം കണ്ടെത്തി. മുങ്ങൽ വിദഗ്ധരുടെ സംഘമാണ് 3 ദിവസത്തിനു ശേഷം സിതേന്ദ്ര സിംഗിന്റെ മൃതദേഹം കണ്ടെത്തിയത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, നാവികസേനാംഗങ്ങൾ എന്നിവർ സിതേന്ദ്ര സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ കപ്പലിലെ യന്ത്ര സംവിധാനങ്ങൾ വലിയ തോതിൽ കത്തി നശിച്ചതായിട്ടാണ് വിവരം. കോടികളുടെ നഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ട്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാഹനമിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. പേയാട് തച്ചോട്ടുകാവിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. തൂങ്ങാൻപാറയിൽ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് മന്ത്രി മടങ്ങുന്നതിനിടെ വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. മന്ത്രിയുടെ വാഹനമിടിച്ച് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ പോലീസ് വാഹനത്തിൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. അബദ്ധത്തിൽ കെട്ടിടത്തിൽ നിന്ന് വീണു. റാസൽ ഖൈമയിൽ മലയാളി യുവതിക്ക് ദാരുണാന്ത്യം. UAE റാസൽ ഖൈമയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മലയാളി യുവതി മരിച്ചു. കൊല്ലം നെടുങ്ങോലം സ്വദേശിനി ഗൗരി മധുസൂദനാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. റാസൽ ഖൈമയിൽ ഹോട്ടൽ ജീവനക്കാരിയായിരുന്നു. ഉച്ചയ്ക്കുള്ള ഷിഫ്റ്റിൽ ജോലിക്ക് കൊണ്ടുപോകാനായി ഹോട്ടലിന്റെ വാഹനം കാത്തുനിൽക്കുന്നതിനിടെ അബദ്ധത്തിൽ കെട്ടിടത്തിൽ നിന്ന് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ആത്മഹത്യയാണോ എന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ച് മൃതദേഹം റാസൽ ഖൈമയിലെ ശ്മശാനത്തിൽ അടക്കം ചെയ്തു. അമ്പലപ്പുഴയിൽ റെയിൽവേ ഗേറ്റിലേക്ക് പിക്കപ്പ് വാൻ പാഞ്ഞു കയറി. ഗേറ്റ് തകർന്നു. ഹരിപ്പാട് അമ്പലപ്പുഴ തീരദേശ റെയിൽവേ പാതയിലെ റെയിൽവേ ഗേറ്റ് പിക്കപ്പ് വാൻ ഇടിച്ചു തകർത്തു. ഹരിപ്പാട് എഴുകയത്ത് ജംഗ്ഷന് കിഴക്കുഭാഗത്തുള്ള റെയിൽവേ ഗേറ്റാണ് തകർന്നത്. ഇന്ന് വൈകിട്ട് 3:30ഓടെയാണ് അപകടമുണ്ടായത്. റെയിൽവേയുടെ പണികൾക്കാവശ്യമായ മെറ്റൽ കൊണ്ടുപോകുന്ന ഗുഡ്സ് ട്രെയിൻ കടന്നുപോകുന്നതിന് വേണ്ടി ഗേറ്റ് താഴ്ത്തി കൊടുക്കുന്നതിനിടയിൽ അമിത വേഗത്തിൽ വന്ന പിക്കപ്പ് വാൻ ഗേറ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു.